അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും എടുക്കാം. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയിലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് ചേർക്കാനുണ്ട്, ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്കാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഞാൻ 2 രീതിയിലുള്ള സവാള വെച്ചിട്ടുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടും മറ്റൊന്ന് അരിപ്പൊടി വെച്ചിട്ടുമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. പുട്ടുണ്ടാക്കാൻ കുറച്ചും കൂടെ നല്ലത് കടയിൽ നിന്നും വാങ്ങുന്ന ഗോതമ്പ് പൊടിയേക്കാളും നമ്മൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഗോതമ്പ് പൊടിയെല്ലാം ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചും കൂടെ പുട്ടുണ്ടാക്കാൻ നല്ലത്. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളത്തിന്റെ നനവുണ്ട്, അപ്പൊ മാവുമായിട്ട് ഒന്ന് ഇതുപോലെ തിരുമി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ച് മാവ് നനച്ചെടുക്കാൻ. അപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് മാവ് എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, നല്ലോണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുക. ഇതുപോലെ തളിച്ചിട്ട് ഇതുപോലെ മാവ് നനച്ചെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കുടഞ്ഞ് തളിച്ചെടുക്കുക. അപ്പോൾ മാവ് നനച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും കെട്ടാതെ നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിരകിയ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചെറിയൊരു പുട്ടുകുറ്റിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കുറ്റിയിലും ചെയ്യാവുന്നതാണ്. തേങ്ങയൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ഈ മാവങ്ങ് നിറച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്. ഇപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്യാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. മാവങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പം മാവ് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി കൊടുക്കാം. ഒരുപാട് ഇതുപോലെ വേണം വെക്കാനായിട്ട്, അമർത്തി കൊടുക്കരുത്, ഒട്ടിപ്പിടിക്കും ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. പിന്നെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പം ഞാൻ ഈ പുട്ട് ആവിയേറ്റി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ട് കുടത്തിലും വെള്ളം വെച്ചിട്ട് പുട്ട് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതിൽ കൂടെ ആവി വരുന്നുണ്ട്, ഈ ഹോളിൽ കൂടെ ആവി വരുന്നുണ്ട്. ഇതുപോലെ പുട്ടുകുറ്റിയുടെ അടിയിലും ഒരു ഹോളുണ്ട്. കുക്കറിൻ്റെ ഹോളിൽ വരത്തക്ക വിധം വെച്ച് കൊടുക്കുക. ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ 7 മിനിറ്റായി പുട്ട് ആവിയേറ്റി വേവിച്ചെടുക്കാൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി പുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചില്ലങ്ങ് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ സവാള വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ പുട്ട്. അപ്പോൾ തേങ്ങയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഈ ഗോതമ്പ് പൊടിയും സവാളയും വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്